Question. The longest railway platform in India is dash. ഏതാ മക്കളെ? ഗോരഖ്പൂർ. ഗോരഖ്പൂർ. കേരളത്തിലാണെങ്കിലോ? കേരളത്തിലേതാ? ഷൊർണൂർ. ഏതാ? ഷൊർണൂര്. ഷൊർണൂർ. രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. ഇർ ഉണ്ട് അവസാനം. ഗോരഖ്പൂർ ആൻഡ് ഷൊർണൂർ. ഓക്കെ. The most urbanized state in India. ഏറ്റവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. മഹത്തായ രാജ്യം കേട്ടോ. Which among the following are known as the twin cities? ഇരട്ട സിറ്റികൾ എന്നറിയപ്പെടുന്ന താഴെ പറയുന്ന ഏത് സിറ്റിയാണ്? ഏതാണ്? ഹൈദരാബാദ് ആൻഡ് സെക്കുന്തരാബാദ്. ഇത് ഏത് സംസ്ഥാനത്താ? ആന്ധ്രാപ്രദേശ് കേട്ടോ. ആന്ധ്രാപ്രദേശിന് രണ്ട് തലസ്ഥാനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഹൈദരാബാദും ഒന്ന് സെക്കന്ദരാബാദ് കേട്ടോ. The largest share of total energy production in India from dash. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ് എന്നാണ് ചോദ്യം. എന്തിൽ നിന്നാണ്? തെർമൽ എനർജി. തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ കോളാർ എനർജി. എനർജി? കോളാർ കേട്ടോ. റാഡ്ക്ലിഫ് ലൈൻ demarcated between dash and dash. ഏതാ മക്കളെ? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. റാഡ്ക്ലിഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ. Which state is called the sugar bowl of India? ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. കാരണം എന്താ? ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഷുഗർ കെയിൻ ആണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഏതാണ്? കരിമ്പ് ഷുഗർ കെയിൻ. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ. അടുത്തത്. The Indian state that shares the longest land border to Bhutan. ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? ആസാം. അതെ, ഭൂട്ടാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഇതാണ്, ആസാമാണ്. ആസാം. യെസ്, വായിച്ചേ കേൾക്കട്ടെ. The longest railway platform in India is at Gorakhpur. The most urbanized state in India, Maharashtra. Which among the following are known as twin cities, Hyderabad and Secunderabad? 119. The largest share of total energy production in India is from thermal energy. 120. Radcliffe Line demarcates India and Pakistan. 121. Which state is called the sugar bowl of India? Uttar Pradesh. 122. The Indian state that shares the longest land border with Bhutan, Assam. Yes. The railway platform in India is at Gorakhpur. The most urbanized state in India, Maharashtra. Which among the following are known as twin cities, Hyderabad and Secunderabad? 119. The largest share of capital energy production in India is from thermal energy. 120.
Radcliffe Line demarcates India and Pakistan. 121. Which state is called Sugar Bowl of India? Uttar Pradesh. 122. The Indian state that shares the longest land border with Bhutan, Assam. Yes. The longest railway platform in India is at Gorakhpur. The most urbanized is in Maharashtra, which may following Hyderabad. One, the largest share of total energy production in India is from thermal energy. 20. Radcliffe Line is India and Pakistan. 121. Which state is called Sugar Bowl of India? Uttar Pradesh. 122. The Indian state that shares longest land border with Bhutan, Assam. Ready? Yes. അടുത്തത് Dachigam Wildlife Sanctuary is located in Dash. Dachigam Wildlife Sanctuary എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ശ്രീനഗർ. ശ്രീനഗർ. അതെവിടെയാ? ജമ്മു കാശ്മീർ കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ. ശ്രീനഗർ. അടുത്തത് The copper mine Singhbham കേട്ടോ. Singhbham is situated in the state of Dash. കോപ്പർ മൈനായ സിംഗ്ഭും BHUM എന്ന് വായിക്കും. സിംഗ്ഭും ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാണ്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് കാണുന്നത് അല്ലേ? ജാർഖണ്ഡ്. അടുത്തത് ദ ലാർജസ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? യാങ്സ്. യാങ്സ് എന്ന് പറയുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യക്കകത്ത് മാത്രം ഒഴുകുന്നതാണെങ്കിൽ ഗംഗ. അടുത്തത് To which of the following types does not natural vegetation of the Western Ghats belong into? വെസ്റ്റേൺ ഗാഡ്സിൽ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലാതെ കാണപ്പെടുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്നാ ചോദ്യം. എന്താണ്? എവർഗ്രീൻ. അടുത്തത് The water body that lies between India and Sri Lanka. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന വാട്ടർ ബോഡിയെ ഡാഷ് എന്നറിയപ്പെടും. എന്നറിയപ്പെടും? പാൽക് സ്ട്രൈറ്റ് എന്നറിയും. ആ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും പാകിസ്ഥാനിന്റെ പ്രദേശത്തുള്ളതാണ് അല്ലേ? പാൽക് സ്ട്രൈറ്റ് എന്നറിയും. The crocodile breeding project launched in the year dash. ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഈ മുതലയെ വളർത്തുന്ന പരിപാടി ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി തുടങ്ങി. എന്തിനാണെന്നല്ല, എവിടെയാണ്? ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 1975 നമ്മൾ വേറൊരിടത്തും കൂടെ പഠിച്ചിട്ടുണ്ട്. NTPC. അതെ, NTPC 1975. അടുത്തത് The leader of Chipko movement. എന്ത് മൂവ്മെന്റ്? ചിപ്കോ മൂവ്മെന്റിന്റെ ലീഡർ ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണയായിരുന്നു ചിപ്കോ മൂവ്മെന്റിന്റെ ലീഡർ. അടുത്തത് മെട്ടൂർ ഡാം. നെട്ടൂർ അല്ല കേട്ടോ. മെട്ടൂർ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ഓഫ് ഡാഷ്. ഏതാ? കാവേരി.
കാവേരി നദിക്ക് കുറുകെയാണ് എന്തു കഴിയുന്നത്? മേട്ടൂര്. മേട്ടൂർ കാവേരി എന്ന് പഠിച്ചാൽ മതി. മേട്ടൂർ ഡാം, കാവേരി. മേട്ടൂർ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ഓഫ് കാവേരി. കാവേരി. സജ്ജലത്തിന്റെ കുറുകെയുള്ള നദിയുടെ ഡാമിന്റെ പേരെന്താ? സജലറ്റ്. ഏതാ മക്കളെ? അതിന്റെ പേര് ഏതാ? ഗംഗയല്ലേ? എന്റെ കർത്താവേ, സജലറ്റ് നദിയുടെ കുറുകെയുള്ള ഡാമിന്റെ പേര് ഏതാ? ഭക്രാനങ്കൽ അണക്കെട്ട്. കേട്ടോ? ഇന്ത്യൻ റിവർ സജലറ്റ്. ഓക്കെ, വായിച്ചേ കേക്കട്ടെ. 123. Dachigam Wildlife Sanctuary is located in Srinagar. 124. The copper mine Singpum is situated in the state of Jharkhand. 125. Largest river in Asia, Yangtze. 126. To which of the following types does the natural vegetation of the Western Ghats belong? Evergreen. 127. The water body that lies between India and Sri Lanka, Palk Strait. 128. The crocodile breeding project launched in 1975. 129. The leader of Chipko movement, Sundarlal Bahuguna. 130. Mettur Dam is constructed across the river Kaveri. 123. Dachigam Wildlife Sanctuary is located in Srinagar. 124. The copper mine Singbam is situated in the state of Jharkhand. 125. Largest river in Asia, Yangtze. 126. To which of the following types does the natural vegetation of the Western Ghats belong? Evergreen. 127. The water body that lies between India and Sri Lanka, Palk Strait. 8. The crocodile breeding project launched in 1975. 129. The leader of the movement, Sundarlal Bahuguna. 130. Mettur Dam is constructed across the river Kaveri. Yes, Hariga. Dachigam Wildlife Sanctuary is located in Srinagar. 124. Copper mine does 37 Roswell. കഴിഞ്ഞോ? ശരിക ഇഞ്ചക്ഷൻ മോളെ വായിച്ചു കഴിഞ്ഞോ? അറിയില്ല സർ, കേൾക്കാല്ലോ. അവിടെയാണ് പ്രശ്നം. യെസ്, നോക്കൂ. 131. കബനി ഈസ് ദ ട്രൈബ്യൂട്ടറി ഓഫ് റിവർ ഡാഷ്. കബനി എന്നറിയപ്പെടുന്നത് താഴെ പറയുന്ന നദിയുടെ ഏതാണ്? ട്രൈബ്യൂട്ടറിയാണ്. ട്രൈബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോഷക നദിയാണ്. ഏതിന്റെ പോഷക നദിയാണ്? കബനി. കാവേരി. യെസ്, കാവേരിയുടെ ചങ്ങാതിയാണ് കബനി, അല്ലേ? അപ്പോ കാവേരിയും കബനിയും ചങ്ങാതിമാരാണെന്ന് പഠിച്ചാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. 132. ദ സ്മോളസ്റ്റ് ഐലൻഡ് ഇൻ ദ ലക്ഷദ്വീപ്. ലക്ഷക്കണക്കിന് ദ്വീപ് അവിടെയുണ്ട്, അതുകൊണ്ടാണ് അവിടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. കേട്ടോ? ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബിട്ര. The waterfall which is known as Spa of South India. സൗത്ത് ഇന്ത്യയുടെ സ്പാ എന്നറിയപ്പെടുന്ന വാട്ടർഫാൾസ് ഏതാണ്? കുട്ടളം ഫാൾസ്. കുട്ടളം ഫാൾസിനെയാണ് സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അടുത്ത, the territorial waters of India
extended up to dash. ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടർ എത്ര കിലോമീറ്റർ വരെ, എത്ര നോട്ടിക്കൽ മൈൽ വരെയുണ്ട്? എത്ര നോട്ടിക്കൽ മൈൽ വരെയുണ്ട്? 12 nautical miles 12 of the sea. നോട്ടിക്കൽ മൈൽസ്. അത് പഠിച്ചോണം. ഈ കേസുമായി ബന്ധപ്പെട്ടതാ. ഏത് കേസ്? എൻറിക്ക ലെക്സിക്കായ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ് 12 നോട്ടിക്കൽ മൈൽസ്. കൊല്ലം നീണ്ടകരയിൽ വെടിവെച്ച് കൊന്നില്ലേ എൻറിക്ക ലെക്സിക്ക? ഓക്കെ, അത് ഇറ്റാലിയൻ മറീൻസ്. ദ ടോപ്പ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡസ് നോട്ട് പാസ് ത്രൂ ഡാഷ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് താഴെ പറയുന്ന ഒരു സംസ്ഥാനത്തിലൂടെ ഒഴുകുന്നില്ല, പോകുന്നില്ല. ഒഴുകുന്ന നല്ല നദിയല്ല, ആ നദി ആ സംസ്ഥാനത്തെ ടച്ച് ചെയ്യുന്നില്ല. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഏതാണ്? ഒറീസ. ഗുജറാത്തിലൂടെയും വെസ്റ്റ് ബംഗാളിലൂടെയും രാജസ്ഥാനിലൂടെയും ഒക്കെ പോകുന്നുണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പാസ് ടു ഒറീസ ഓർ ഒഡീഷ. അടുത്ത്, ലക്ഷദ്വീപ് ഐലൻഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം മാലിദ്വീപ്സ് ഐലൻഡ്സ് ബൈ ഡാഷ്. ലക്ഷദ്വീപ് ഐലൻഡുകളും മാൽദ്വീപ് ഐലൻഡ്സുകളും മാറിയാണ് കാണപ്പെടുന്നത്. അതിനിടയിലൂടെ എന്തുകൊണ്ട്? താഴെ പറയുന്നൊരു ചാനലുണ്ട്. ഏതാണ് ആ ചാനൽ? ഏതാണ്? 8 degree channel. Yes, 8th degree channel. At the equator, ഇക്വേറ്ററുകളിൽ the duration of the day is dash. ഇക്വേറ്ററുകളിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 hours. 12 hours. ഡ്യൂറേഷൻ ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ പകലാണ് കേട്ടോ, ദിവസം എന്നല്ല അർത്ഥമുള്ളൂ കേട്ടോ. 12 hours. അടുത്തത്, with which country does India share the longest border? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബർമ്മ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. ഇത്രയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ചൈനയുമായിട്ടല്ല, ആരുമായിട്ടാണ്? ബംഗ്ലാദേശ്. ഓക്കെ, വായിച്ചേ. 131. Kabani is the tributary of river Kaveri. 132. The smallest island in Lakshadweep, Bitra. 133. The waterfall which is known as the Spa of South India, Kuttalam Falls. 134. The territorial waters of India extends up to 12 nautical miles into sea from shore. 135. The Tropic of Cancer does not pass through Odisha. 136. Lakshadweep Island are separated from Maldives Island by 8 degree channel. 137. At the equator, the duration of the day is 12 hours. 138. With which country does India share the longest border? Bangladesh. 131. Kabani is the tributary of river Kaveri. 132. The smallest island in Bitra. 133. The waterfall which is known as the Spa of South India, Kuttalam Falls. 134. The territorial waters of India extend up to 12 nautical miles into sea from shore. 135. The Tropic of Cancer does not pass through Odisha. 136. Lakshadweep Islands are separated from Maldives Islands by 8 degree channel. 137. At the equator, the duration of the day is 12 hours. 138. With which country does India share the longest border? Bangladesh. Seriga? Sir. 131. Kabani is the tributary of river Kaveri. 132. The smallest island in Lakshadweep, Bitra. 133. The waterfall which is known as the Spa of South India, Kuttalam Falls.
134. The territorial waters of India extend up to 12 nautical miles into sea from shore. 135. The Tropic of Cancer does not pass through Odisha. 136. Lakshadweep Islands are separated from Maldives Island by 8-degree channel. 137. At the equator, the duration of the day is 12 hours. 138. With which country does India share longest border? Bangladesh. Yes. കഴിഞ്ഞു. Yes. ഇപ്പോ വായിച്ചപ്പോ എല്ലാം കേൾക്കാമായിരുന്നു കേട്ടോ. The Green Revolution. Green Revolution in India is associated with the dash. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവം. അതാരാണ് അതിന്റെ ചുക്കാൻ പിടിച്ചത്? ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. പാലക്കാടുകാരനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. മറന്നു പോകരുത് കേട്ടോ. ഗ്രീൻ റെവല്യൂഷൻ. അടുത്തത് ദ സ്റ്റേറ്റ് വിച്ച് ഇസ് ധവള വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചതാരാ? വൈറ്റ് റെവല്യൂഷൻ. അതെ, അമുൽ കുര്യൻ. ഡോക്ടർ വർഗീസ് അമുൽ കുര്യൻ. The state which is known as the spice garden of India. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? കേരള. കേരളം. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. The largest country in the terms of the territory. The largest country in the terms of territory. ടെറിട്ടറിയിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഏതാണ്? റഷ്യ. 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 USSR അല്ല, റഷ്യ. The largest state in India in terms of territory is called dash. ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാനാണ് ടെറിട്ടറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം. ജനസംഖ്യയിലോ? ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. ഏതാണ്? ഉത്തർപ്രദേശ്. അപ്പോ ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് എഴുതുമ്പോൾ തന്നെ ചാടി വീണ് കാച്ചു കളയരുത്. The largest state in India in the terms of territory is Rajasthan. The largest state in the terms of people is called Uttar Pradesh. Uttar Pradesh. അടുത്തത് The longest tributary of Ganga. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? ഏതാണ്? യമുന. യമുന. ഗംഗയുടെയും യമുനയുടെയും സംഗമ സ്ഥലത്തിന് എന്ത് പറയും? അലഹബാദ്. Yes. The soil mainly found in the Chittoor taluk of Palakkad. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ, ഇവിടെ എടപ്പള്ളിയിലെ ചിറ്റൂർ അല്ല കേട്ടോ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്ന മണ്ണ് എന്ത് തരം മണ്ണാണ്? എന്ത് തരം മണ്ണാണ്? ബ്ലാക്ക് സോയിൽ. യെസ്, ബ്ലാക്ക് സോയിൽ. എന്ത് വേണമെങ്കിലും വെറുതെ വാരിയും ഇട്ട് കൊടുത്താൽ മതി, മുളച്ചിങ്ങി പൊന്നിക്കോളും. വളം വേണ്ട. കരിമണൽ. ഓക്കെ. Which of the following river is known as Yellow River of Kerala? കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഏതാണ്? കുറ്റ്യാടി. കുറ്റ്യാടി നദി, മഞ്ഞ നദി. അടുത്തത് The first arch dam in India. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഏതാണ്? ഇടുക്കി. ഇടുക്കി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചാണ് കേട്ടോ. The first arch dam in India. ഇടുക്കി ആർച്ച് ഡാം. യെസ്, വായിച്ചേ കേക്കട്ടെ. 139. The Green Revolution in India is associated with Dr. M. S. Swaminathan. 140. The state which is known as the Spice Garden
of India, Kerala. 141. Largest country in terms of territory is Russia. 142. Largest state in terms of territory is Rajasthan. 143. The longest tributary of Ganga River, Yamuna. 144. The soil mainly found in the Chittoor Taluk of Palakkad in Kerala, black soil. 145. Which of the following river is known as the Yellow River of Kerala, Kuttiyadi? 146. The first arch dam in India, Idukki. 139. The Green Revolution in India is associated with Dr. M.S. Swaminathan. 140. The state which is known as the Spice Garden of India, Kerala. 141. Largest country in terms of territory is Russia. 142. Largest state in India in terms of territory is Rajasthan. 143. The longest tributary of Ganga River, Yamuna. 144. The soil mainly found in the Chittoor Taluk of Palakkad in Kerala, black soil. 145. Which of the following river is known as the Yellow River of Kerala, Kuttiyadi? 146. The first arch dam in India, Idukki. 139. The Green Revolution in India is associated with Dr. M.S. Swaminathan. 140. The state which is known as the Spice Garden of India, Kerala. 141. Largest country in terms of territory, Russia. 142. Largest state in India in terms of territory is Rajasthan. 143. The longest tributary of Ganga River, Yamuna. 144. Soil mainly found in Chittoor Taluk of Palakkad in Kerala, black soil. 145. Which of the following river is known as Yellow River of Kerala, Kuttiyadi? 146. The first arch dam in India, Idukki. യെസ്. അടുത്തത് രാംഗിരി ഗോൾഡ് ഫീൽഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. രാമഗിരി ഗോൾഡ് ഫീൽഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു മക്കളെ? ആന്ധ്രാപ്രദേശ്. AP, ആന്ധ്രാപ്രദേശ്. The pass which is connecting കൊല്ലം and മധുരൈ, കൊല്ലവും മധുരയും കണക്ട് ചെയ്യുന്ന പാസ് ഏതാണ്? വഴി, ഇടനാഴി ഏതാണ്? ചെങ്കോട്ട. കൊല്ലം ചെങ്കോട്ട. ഇങ്ങനെ പഠിച്ചാൽ മതി. കൊല്ലം ചെങ്കോട്ട മധുര എന്ന് പഠിച്ചാൽ മതി. കൊല്ലം ചെങ്കോട്ട മധുര. കൊല്ലം ചെങ്കോട്ട മധുര, അല്ലെങ്കിൽ കൊല്ലം മധുര ചെങ്കോട്ട. എങ്ങനെ ഞാനിത് കൊല്ലം മധുര ചെങ്കോട്ട എന്ന് പഠിച്ചതെന്നറിയാമോ? ഞങ്ങളുടെ നാട് പുനലൂരാണല്ലോ, അല്ലേ? അറിയില്ലേ? ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിന്റെ തൊട്ടടുത്ത പഞ്ചായത്തായ അഞ്ചലാണ് താമസം. അപ്പൊ പുനലൂരിൽ നിന്ന് ഒരു ബസ്സുണ്ട്. അതല്ല അഞ്ചലോ? ആ, അഞ്ചൽ. നമ്മളെ ഉത്തരവാദ കേസ് നടന്നേ. അതെ, അഞ്ചൽ. പാമ്പ് കടിച്ചു കൊന്നില്ലേ അത്. ഞങ്ങളുടെ നാട് എല്ലാത്തിനും പ്രസിദ്ധമല്ലേടോ? അതെ, നല്ല കാര്യത്തിനും പ്രസിദ്ധമാണ്, മോശം കാര്യത്തിനും പ്രസിദ്ധമാണ്. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് കൂടുതൽ വക്കീലന്മാരുണ്ടാവുന്നത്. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൊല്ലം ചെങ്കോട്ട മധുര എന്ന് പറഞ്ഞത് KSRTC ബസ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണത്തില്ലല്ലോ, അല്ലേ? കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വഴി മധുരയ്ക്ക് പോകുന്ന ബസ് KSRTC ഉണ്ട്, തമിഴ്നാട്ടിന്റെ വണ്ടിയുണ്ട്. സോ ദ കൊല്ലം മധുര കണക്റ്റഡ് ബൈ ചെങ്കോട്ട ബൈപ്പാസ്. മനസ്സിലായോ? യെസ്. സ്പിറ്റി വാലി സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. സ്പിറ്റി വാലി, സ്പിറ്റി താഴ്വര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് സ്പിറ്റി വാലി സ്ഥിതി ചെയ്യുന്നത്. The lake which is known as the floating island lake, ഒഴുകി നടക്കുന്ന ഐലൻഡ്, ദ്വീപ ലേക്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ലോക്ടാക് ലേക്ക്. അതാണ് ലോക്ടാക് ലേക്ക്. ലോക്ടാക് ലേക്ക്. അടുത്തത്
The Wildlife Institute in India is at dash. വന്യമൃഗങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, വന്യമൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഔദ്യോഗികമായി തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേരാണ് ഏതാണ്? Dehradun. ഡെറാഡൂൺ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ഡെറാഡൂൺ. മറന്നുപോരുത് കേട്ടോ. വന്യമൃഗങ്ങളുടെ പഠനശാലയാണ് ഡെറാഡൂൺ. അടുത്തത് കോടിക്കനാൽ ഹിൽ അല്ലേ? Kodaikanal. അത് തന്നെ, കൊടൈക്കനാൽ ഹിൽ. കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. കൊടൈക്കനാലിൽ കാണപ്പെടുന്ന Palani Hills. എവിടെയാണ്? Palani. പളനി ഹിൽസ്. പളനി കേട്ടോ. 152 പളനിക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം. പളനി ഹിൽസ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് ചന്ദ്രഭംഗ? ചന്ദ്രഭഗ എന്നറിയപ്പെടുന്ന റിവർ, നദി ഏതാണ്? ഇൻ ഹിമാചൽ പ്രദേശ്. ഏതാണ്? ചെനാബ്. നമ്മൾ രവി പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു പഠിച്ചേ രവി? ലാഹോറിലെ റിവർ ഓഫ് ലാഹോർ. യെസ്, രവി. മണികാരൻ പവർ പ്രോജക്ട് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. ഏതാ മണികാരൻ? ഹിമാചൽ പ്രദേശ്. അതും ഹിമാചൽ പ്രദേശിലാണ്. മണികാരൻ പവർ പ്രോജക്ട് ഈസ് അറ്റ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് മണികാരൻ പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഓക്കെ, സർ. യെസ്, വായിച്ചോ കേക്കട്ടെ. അഖില പോയോ? യെസ്, ഞാൻ വായിക്കാം സാർ. യെസ്, വായിച്ചോളൂ. ഒരു മിനിറ്റ്. 147. Ramagiri gold field is situated in Andhra Pradesh. 148. The pass which is connecting Kollam and Madurai, Chenkota. 149. Spiti Valley is situated in Himachal Pradesh. 150. The lake which is known as the Floating Islands Lake, Loktak Lake. 151. Wildlife Institute in India is at Dehradun. 152. Kodaikanal Hill Station is situated in Palani Hills. 153. Which river is known as Chandrabhaga in Himachal Pradesh, Chenab. 154. Manikaran Power Project is in the state of Himachal Pradesh. Yes. 147. Ah. Ramagiri gold field is situated in Andhra Pradesh. 148. The pass which is connecting Kollam and Madurai, Chenkota. Yes. 149. Spiti Valley is situated in Himachal Pradesh. Yes. 150. The lake which is known as the Floating Island Lake, Loktak Lake. Yes. 151. Wildlife Institute in India is at Dehradun. Yes. 152. Kodaikanal Hill Station is situated in Palani Hill. Yes. 153. Which river is known as Chandrabhaga in Himachal Pradesh, Chenab. 154. Manikaran Power Project is in the state of Himachal Pradesh. Yes. 147. Ramagiri gold field is situated in Andhra Pradesh. 148. The pass which is connecting Kollam and Madurai, Chenkota. 149. Spiti Valley is situated in Himachal Pradesh. The lake which is known as Floating Islands Lake, Loktak Lake. 151. Wildlife Institute in India is at Dehradun. 152. Kodaikanal Hill Station is situated in Palani Hills. 153. Which river is known as Chandrabhaga in Himachal Pradesh, Chenab. 154. Manikaran Power Project is in the state of Himachal Pradesh.
Yes, 155. വെള്ളാരിമല ഹിൽസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാ മക്കളെ വെള്ളാരിമല ഹിൽസ്? കോഴിക്കോട്. കോഴിക്കോട്. കോഴിക്കോടാണ് അവിടെ നിന്നുള്ളത് വെള്ളാരിമല ഹിൽസ് ഉള്ളത്. അടുത്തത് ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാണ്? പേരാമ്പൂർ. എവിടെ? പേരാമ്പൂർ. പേരാമ്പൂർ. എവിടെ? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എന്താ ഉണ്ടാക്കുന്നേ? ട്രെയിൻ. റെയിൽവേ കോച്ച് കേട്ടോ. റെയിൽവേ കോച്ച് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അറ്റ് പേരാമ്പൂർ. അടുത്തത് ദ ഏൻഷ്യന്റ് നെയിം ഓഫ് ബിയേഴ്സ് റിവർ. ബിയേഴ്സ് റിവറിന്റെ ഏൻഷ്യന്റ് നെയിം, പഴയ പേരെന്താണ്? എന്താണ്? വിപാസ. വിപാസ എന്നറിയപ്പെടുന്ന റിവറാണ് ബിയേഴ്സ് റിവർ എന്ന് അറിയപ്പെടുന്നത്. സർദാർ സരോവർ ഡാം ഈസ് ഇൻ ദ നെയിം റിവർ ഓഫ് ഡാഷ്. എവിടെയാണ് സർദാർ സരോവർ? നർമ്മദ. അതിനു വേണ്ടിയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ നടന്നത്. മറന്നുപോരെ. സർദാർ സരോവർ ഡാമിനെ ചൊല്ലിയായിരുന്നു നർമ്മദാ ബച്ചാവോ ആന്തോളൻ നടന്നത്. മനസ്സിലായോ? സജലറ്റിന്റെ കുറുകെയുള്ള നദിയുടെ റിവറിന് ഡാമിന്റെ പേരെന്താ? ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണത് കേട്ടോ. ഭക്രാനങ്കൽ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ അല്ല, ഇന്ത്യയുടെ വികസനത്തിന്റെയും ചരിത്രമാണ്. അടുത്തത് നാഗാർജുന സാഗർ ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ റിവർ ഓഫ് ഡാഷ്. നാഗാർജുന സാഗർ എവിടെയാ? കൃഷ്ണ. കൃഷ്ണ. എവിടെയാ കൃഷ്ണ നദി ഉള്ളത്? കൃഷ്ണ നദി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് കേട്ടോ. യെസ്. അടുത്തത് ദ ലാർജസ്റ്റ് പെനിസുലാർ റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പെനിസുലാർ റിവർ ഏതാണ്? ഗോദാവരി. ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ഏതാണ്? ഗംഗ. ഇന്ത്യയിൽ ലാർജസ്റ്റ് പെനിസുലാർ റിവർ എന്ന് പറയുമ്പോൾ സാധനം മാറും, ഗോദാവരി ആവും കേട്ടോ. ഓക്കെ. അടുത്തത് ദ റിവർ നോൺ ആസ് ദ സോറോ ഓഫ് ബീഹാർ. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ആരെയാണ്? കോസി. കാരണം എന്താ? ഈ റിവറിന്റെ പ്രദേശങ്ങളിലൊന്നും ഒന്നും മുളക്കിയല്ല, ഫലഭൂഷ്ടമില്ലാത്ത വെള്ളമാണ് അതിൽ നിന്ന് ഒഴുകുന്നത് കേട്ടോ. നിശ്ചിത കിലോമീറ്ററിൽ പുല്ല് പോലും മുളയ്ക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ. കൃഷിയോഗ്യമായ ജലമല്ല അതിലുള്ളത്. അടുത്തത് ദ സോറോ ഓഫ് ഒഡീഷ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? മഹാനദി. മനസ്സിലായോ? യെസ്. വായിക്കൂ. 155. Vellarimala Hill is situated in Kozhikode. 156. Integral coach factory is situated at Perambur. 157. The ancient name of Bears River, Vipasa. 158. The Sardar Sarovar Dam is on the river Narmada. 159. Nagarjuna Sagar Dam is constructed river on Krishna. The largest peninsular river in India, Godavari. The river known as the sorrow of Bihar, Kosi. The sorrow of Odisha, Mahanadi. 155. Vellarimala Hill is situated in Kozhikode. 156. Integral coach factory is situated at Perambur. 157. The ancient name of Bears River, Vipasa. 158. The Sardar Sarovar Dam is on the river Narmada. 159. Nagarjuna Sagar Dam is constructed river on Krishna. The largest peninsular river in India, Godavari. The river known as the sorrow of Bihar, Kosi. The sorrow of Odisha, Mahanadi. 155. Vellarimala Hill is situated in Kozhikode. 156. Integral coach factory is situated at Perambur. 157. The ancient name of this river, Vipasa. 158.
Sardar Sarovar Dam is on the river Narmada. 159. Nagarjuna Sagar Dam is constructed river on Krishna, the largest peninsular river in India, Godavari. The river known as Sorrow of Bihar, Kosi. The Sorrow of Odisha, Mahanadi. Yes. Thank you, Next. sir. Which Indian state is known as the mountain state? മലകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? Himachal Pradesh. ഹിമാചൽ പ്രദേശ്. ഹിമം, മഞ്ഞ്. മഞ്ഞിന്റെ പ്രദേശത്തിനെ മലകളുടെ പ്രദേശമെന്നും അറിയപ്പെടും. മനസ്സിലായോ? മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്തിനെ മലകളുടെ പ്രദേശമെന്ന് കൂടി അറിയപ്പെടും. മഞ്ഞും മലയും, ഹിമാചൽ പ്രദേശ്. ഓക്കെ. ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷം ദ്വീപുകളുള്ള സ്ഥലമാണ് ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി, ലക്ഷദ്വീപ്. അടുത്തത്, ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഏതാണ്? നീലഗിരി. നീലഗിരി. എവിടെയാണ്? നീലഗിരി കുന്നുകൾ ഇൻ കേരള. ഓക്കെ. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ വരയാടുകൾ കാണപ്പെടുന്ന ഏക പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. എന്താടുകൾ? വരയാടുകൾ. വരയാടുകൾ. നീലഗിരി കുന്നുകൾ. The river Ganga was declared as national river in India in the year dash. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഏതാണ്? 2008. 2008. എന്തുകൊണ്ടാണ്? ഇന്ത്യ ശിവന്റെ തലയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എന്നൊരു ഐതിഹ്യം. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലല്ലോ വിശ്വസിക്കുന്നത്, അല്ലേ? ഐതിഹ്യത്തിലാണ് നമ്മുടെ കൂടുതലും വിശ്വാസം. 163 നോക്കൂ. 163. The river Ganga was declared as national river in 2008. 2008 അതിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തു? ദേശീയ നദിയായി ഡിക്ലെയർ ചെയ്തു. ഓക്കെ. അടുത്തത്, ഹോഗനാക്കൽ ഫോൾസ് ഈസ് ഓൺ ദ റിവർ ഡാഷ്. ഹോഗനാക്കൽ ഫാൾസ്, വാട്ടർഫാൾസ് ഈസ് ഓൺ ദ റിവർ ഡാഷ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹോഗനാക്കൽ വാട്ടർഫാൾസ് എവിടെയാണ്? കാവേരി. കാവേരി നദി. മറന്നു പോകല്ലേ. ഹോഗനാക്കൽ വാട്ടർഫാൾസ് ഈസ് ഇൻ ദ റിവർ കാവേരി. അടുത്തത്, സഡിൽ പീക്ക് ഈ സിറ്റുവേറ്റഡ് അറ്റ് ഡാൾ. സഡിൽ പീക്ക്, പീക്ക് എന്ന് പറഞ്ഞാൽ കൊടുമുടി. സഡിൽ പീക്ക് ഈ സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ഏത് മൗണ്ടനിലാണ് സഡിൽ പീക്ക് കാണപ്പെടുന്നത്? എവിടെയാണ്? നോർത്ത് ആൻഡമാൻ. നോർത്ത് ആൻഡമാനിലാണ് സാഡിൽ പീക്ക് കാണപ്പെടുന്നത്. കുടി കിട്ടിയോ? യെസ്, വായിച്ചു കേൾക്കട്ടെ. 160. Which Indian state is known as the mountain state? Himachal Pradesh. 161. The smallest union territory in India, Lakshadweep. 162. The first biosphere reserve in India, Nilagiri. 163. River Ganga was declared as national river of India in 2008. 164. Hoganakal Falls is on the river Kaveri. 165. Saddle Peak is situated at North Andaman. 160. Which Indian state is known as the mountain state, Himachal Pradesh? 161. The smallest union territory in India, Lakshadweep. 162. The first biosphere reserve in India, Nilagiri. 163. River Ganga was declared as national river of India in 2008. 164. Hoganakal Falls is on the river Kaveri. 165. Saddle Peak is situated at North Andaman. Yes. 160. Which Indian state is known as mountain state? Himachal Pradesh. The smallest union territory in India, Lakshadweep. 162. First biosphere reserve in India, Nilagiri. 163. River Ganga was declared as national river of India in 2008. 160. Hoganakal Falls is on the river Kaveri. 165. Saddle Peak is situated at North Andaman.
യെസ്. അടുത്തത് സുയസ് കനാൽ. എവിടെയാണ് സുയസ് കനാൽ? Mediterranean Sea and Red Sea. യെസ്, സുയസ് കനാൽ. എഴുതിക്കോണം കേട്ടോ. മെഡിറ്ററേനിയൻ സീ ആൻഡ് റെഡ് സീ, സുയസ് കനാൽ. അടുത്തത് ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ഗോവ. ഗോവയുടെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? Mandovi. മണ്ടോവി. നമ്മൾ മുമ്പേ പഠിച്ചതാ അല്ലേ? മണ്ടോവി ഈസ് കൺസിഡർഡ് ആസ് ദ ലൈഫ് ലൈൻ ഓഫ് ഗോവ. ഗോവയുടെ ജീവരേഖ എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? മണ്ടോവി റിവറിനെ അറിയപ്പെടുന്നത്. ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഗാഡ്സ്. ഈസ്റ്റേൺ ഗാഡ്സും വെസ്റ്റേൺ ഗാഡ്സും ഒരുമിച്ച് ചേരുന്ന സംഗമ സ്ഥലത്തിനെ എന്ത് പറയും? Nilagiri. നീലഗിരി കുന്നുകൾ എന്ന് പറയും. അതുകൊണ്ടാണ് വരയാടുകൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ വളരാനും അവരുടെ ക്ലൈമറ്റ് കിട്ടുന്ന അവിടെയാണ്. വരയാടുകൾ, നീലഗിരി കുന്നുകൾ. വിച്ച് സിറ്റി ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് പിങ്ക് സിറ്റി? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? Jaipur. ജയ്പൂർ. കാര്യം എന്താണ് ജയ്പൂരിനെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? പിങ്ക് നിറമുള്ള വീടുകളും കെട്ടിടങ്ങളുമാണ് അവിടെ ഉള്ളത് കേട്ടോ. ഈസ് കോൾഡ് പിങ്ക് സിറ്റി. ബ്ലൂ സിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ആരെയാണ്? Jodhpur. ജോധ്പൂർ. നീല സിറ്റി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ? ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 156. Suez Canal connects Mediterranean Sea and Red Sea. 167. The river which is known as lifeline of Goa, Mandovi. 168. The meeting place of Eastern and Western Ghat, Nilagiri. Which city in India is known as Pink City? Jaipur. Blue city in India, Jodhpur. യെസ്, മോളെ. ഒരു മിനിറ്റ്. ആ 166. Suez Canal connects Mediterranean Sea and Red Sea. 167. The river which is known as lifeline of Goa, Mandovi. 168. The meeting place of Eastern and Western Ghat, Nilagiri. Which city in India is known as Pink City? Jaipur. Blue city in India, Jodhpur. യെസ്, സാദിര. സരിക. Sir. 166. Suez Canal connects Mediterranean Sea and Red Sea. 167. The river which is known as lifeline of Goa, Mandovi. 168. The meeting place of Eastern and Western Ghat, Nilgiri. Which city in India is known as Pink City? Jaipur. Blue city in India, Jodhpur. യെസ്. അടുത്തത് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈസ് constructed across the river Dash. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഏത് നദിക്ക് കുറുകെയാണ് ഉള്ളത്? ഏതാണ്? Chalakudi. ചാലക്കുടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? Sir. യെസ്. മറന്നു പോകരുതേ. ഷോളയാർ എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർക്കണം? കലാഭവൻ മണിനെ ഓർത്താൽ മതി, അപ്പൊ ചാലക്കുടി പിടിക്കും. പിന്നെ വേറെ പാട്ടും കൂടെ പുള്ളി പാടിയുണ്ട് ചാലക്കുടിയെ കുറിച്ച്. പലങ്ങളിൽ നല്ലൊരു പലം ചാലക്കുടി പലം, കേട്ടില്ലേ? അത് രണ്ടും കൂടെ ഓർത്താൽ മതി. ഏതാണ്? ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ചാലക്കുടി. ഓക്കെ. അടുത്ത് ശ്രീശൈലം ഹൈഡ്രൽ പ്രോജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാ? ആന്ധ്രാപ്രദേശ്. AP ആന്ധ്രാപ്രദേശിലാണ് ശ്രീശൈലം ഹൈഡ്രോ പ്രോജക്റ്റ് ഉള്ളത്. അടുത്തത് ദ ഫസ്റ്റ് വിൻഡ് എനർജി പവർ പ്രോജക്റ്റ് ഇൻ കേരള. ഇന്ത്യയിൽ കാറ്റിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പവർ പ്രോജക്റ്റ്, ആദ്യത്തെ പവർ പ്രോജക്റ്റ് എവിടെയാണുള്ളത്?
കഞ്ചിക്കോട്. കഞ്ചിക്കോട് ഏത് ജില്ലയിലാ മക്കളെ കഞ്ചിക്കോട്? പാലക്കാടല്ലേ? പാലക്കാട്. അത് തന്നെ, പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട്. ദ ഫസ്റ്റ് വിൻഡ് എനർജി പ്രോജക്റ്റ് ഈസ് ഇൻ ഇന്ത്യ ഈസ് പാലക്കാട്, കഞ്ഞിക്കോട് കേട്ടോ, കഞ്ചിക്കോട് പാലക്കാട്. അടുത്തത് തുംഗഭദ്ര പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. തുംഗഭദ്ര എന്നറിയ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ, ആ കോളത്തിലുള്ളതും തീർക്കട്ടെ കേട്ടോ. നറോറ അറ്റോമിക് പവർ പ്രോജക്ട് പ്ലാന്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. നറോറ ഉത്തർപ്രദേശ്. നറോറ അറ്റോമിക് പവർ പ്രോജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകത 80 MP-മാരുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശാണ്. രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലം ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ. ലക്നൗ കേട്ടോ, ലക്നൗ. നറോറ അറ്റോമിക് പവർ പ്ലാന്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഉത്തർപ്രദേശ്. ബൈ വിച്ച് പ്രോജക്ട് electricity is supplied to the റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിലേക്ക് എനർജി ഏത് പ്രോജക്റ്റിൽ നിന്നാണ് കൊടുക്കുന്നത്? ഏതാണ്? ഹിറാക്കുണ്ട് ഡാം പ്രോജക്റ്റ്. ബൈ വിച്ച് പ്രോജക്റ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ ടു റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കേല എന്നറിയപ്പെടുന്ന സ്റ്റീൽ പ്ലാന്റിലേക്ക് എനർജി കൊടുക്കുന്നത് ഏത് പ്രോജക്റ്റിൽ നിന്നാണ്? ഏതാണ്? ഹിറാക്കുണ്ട് ഡാം. ഹിറാക്കുണ്ട് എവിടെയാണുള്ളത്? ഹിറാക്കുണ്ട് ഡാം ഈസ് സിറ്റുവേറ്റഡ് വിച്ച് റിവർ? അഖില അറിയില്ല സർ. സരിക എന്താണ് മക്കളെ? മഹാനദിയാണെന്ന് തോന്നുന്നു, നോക്കണം കേട്ടോ. ഹിരാക്കുണ്ട് മഹാനദിയാണെന്ന് തോന്നുന്നു, നോക്കണം. നോക്കണേ. യെസ്. അടുത്തത് കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെ കാണപ്പെടുന്നു? കർണാടകയിൽ കാണപ്പെടുന്നു. എവിടെ? കർണാടക. കർണാടക, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ. ഒന്ന് വായിച്ചേ. Sholiyar hydroelectric project is constructed across river Chalakudi. Srisailam Hydel project is situated in Andhra Pradesh. The first wind energy power project in Kerala, Kanjikode. The Tungabhadra project is located in Karnataka. Narora atomic power plant is situated in Uttar Pradesh. By which project electricity is supplied to the Rourkela steel plant, Hirakud Dam project. Kaiga atomic power station is located in Karnataka. Yes. Sholiyar hydroelectric project is constructed across the river Chalakudi. Srisailam Hydel project is situated in Andhra Pradesh. The first wind energy power project in Kerala, Kanjikode. The Tungabhadra project is located in Karnataka. Narora atomic power plant is situated in Uttar Pradesh. By which project electricity is supplied to the Rourkela steel plant, Hirakud Dam project. Kaiga atomic power station is located in Karnataka. Yes. Sholiyar hydroelectric project is Sholiyar hydroelectric project is constructed across the river Chalakudi. Srisailam Hydel project is situated in Andhra Pradesh. The first wind energy power project in Kerala, Kanjikode. Tungabhadra project is located in Karnataka. Narora atomic power plant is situated in Uttar Pradesh. By which project electricity is supplied to Rourkela steel plant, Hirakund Dam project. Kaiga atomic power station is located in Karnataka. Yes. അടുത്തത് 169. പെരുവണ്ണാമുഴി ഹിൽ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ്. പെരുവണ്ണാമുഴി ഹിൽ സ്റ്റേഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? കോഴിക്കോട്.
പെരുവണ്ണാമുഴി ഹിൽ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് കോഴിക്കോട്. പെരുവണ്ണാമുഴി എന്ന് പറഞ്ഞ അവിടെ സ്ഥലമില്ലേ, അറിയത്തില്ലേ? The only corporation of Kerala which has non-coastal line. കോർപ്പറേഷൻ എന്ന്, കോർപ്പറേഷൻ അറിയാമല്ലോ, ഏതാ? മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. അതിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ. കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലുമായി ബന്ധമില്ലാത്തത്, കടലുമായി അതിർത്തി പങ്കിടാത്ത കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ. തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയാമോ? തിരുവനന്തപുരവും കടലുമായി ബന്ധമുണ്ട്, കണ്ണൂരിനും കടലുമായി ബന്ധമുണ്ട്, കൊല്ലത്തിനും കടലുമായി ബന്ധമുണ്ട്, പിന്നെ കൊച്ചിക്കും കടലുമായി ബന്ധമുണ്ട് കേട്ടോ. മൊത്തം എത്ര കോർപ്പറേഷൻ ഉണ്ട് മക്കളെ? എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കേട്ടോ. ഒന്ന് തിരുവനന്തപുരം, രണ്ടാമത്തത് കൊല്ലം, മൂന്നാമത്തത് കൊച്ചി, നാലാമത്തത് തൃശൂർ, അഞ്ചാമത്തത് കോഴിക്കോട്, ആറാമത്തത് കണ്ണൂർ. ഓക്കെ. ദ ബിഗ്ഗസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്യാൻ ഭാരതി. ഏതാണ്? ജ്ഞാൻ ഭാരതി. ജ്ഞാൻ ഭാരതിയാണ്. ഏതാണ്? ജ്ഞാൻ ഭാരതി എന്ന് പഠിച്ചാലും മതി. ദ ബിഗ്ഗസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ജ്ഞാൻ ഭാരതി, എങ്ങനെ തന്നെ പഠിക്കും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് തെർമൽ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റ്, അതാണ് തെർമൽ പവർ പ്ലാന്റ്. ഏതാണ്? മക്കളെ? മുണ്ട്ര പവർ പ്ലാന്റ് ഈസ് ദ ലാർജസ്റ്റ് തെർമൽ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഗഹിർമാത അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? ഗഹിർമാത മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഇൻ ഡാഷ്. എന്തുവാ മറൈൻ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ? കടൽ ജീവികളുടെ സാങ്ച്വറി കേട്ടോ. മറൈൻ വൈൽഡ് ലൈഫ്, കടൽ ജീവികളുടെ സാങ്ച്വറി കേട്ടോ. മറൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് ഉള്ളത്? ഒഡീഷ. ഇപ്പം അതിന്റെ പേര് ഒഡീഷ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് പ്ലാൻഡ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. പ്ലാൻഡ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ഏതാണ്? തെന്മല. പ്ലാൻഡ് എന്ന് പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ദ പ്ലാൻഡ് ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ഈസ് തെന്മല. തെന്മല ഏത് ജില്ലയിലാണ് മക്കളെ? തെന്മല ഏത് ജില്ലയിലാ? കൊല്ലം കേട്ടോ. കൊല്ലം തമിഴ്നാട് ബോർഡറാണ് തെന്മല. യെസ്, വായിച്ചേ കേക്കട്ടെ. ആദ്യം ആ കോളത്തിലുള്ളത് വായിച്ചേ. അത് വായിച്ചു കഴിഞ്ഞല്ലേ? ശരി. അപ്പൊ ഇത് വായിച്ചേ. 169. Peruvannamuzi hill station is located in which district of Kerala? Kozhikode. 170. The only corporation of Kerala which has no coastline. Thrissur. 171. The biggest biosphere reserve in India. Gyan Bharati. 172. Which is the largest thermal power plant in India? Mundra. 173. Gahirmada Marine Wildlife Sanctuary is in Odisha. 174. First planned ecotourism destination in India, Thenmala. 169. Peruvannamuzi hill station is located in which district of Kerala? Kozhikode. 170.
The only corporation of Kerala which has no coastline, Thrissur. 171. The biggest biosphere reserve in India, Gyan Bharati. 172. Which is the largest thermal power plant in India, Mundra. 173. Gahirmada Marine Wildlife Sanctuary is in Odisha. 174. First planned eco-tourism destination in India, Tenmala. തേന്മല അല്ല, തെന്മല. Tenmala. 169. Peruvanamuli Hill Station is located in which district of Kerala? Kozhikode. 170. The only corporation of Kerala which has no coastline, Thrissur. 171. The biggest biosphere reserve in India, Gyan Bharati. 172. Which is the largest thermal power plant in India? Mundra. 173. Gahirmata Marine Wildlife Sanctuary is in Odisha. 174. First planned ecotourism destination in India, Tenmala. Yes, next. The organization which develop energy for non-conventional energy source is called dash. ഏതാണ്? Anart. അനേർട്ട്. അനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? What is anert? Energy for Agency for non-conventional energy for rural technology. കേട്ടോ? ഒന്നും കൂടെ പറയോ? Agency for non-conventional energy of rural technology. അങ്ങനല്ല മക്കളെ, ചെറിയ തിരുത്തുണ്ട് കേട്ടോ. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ്. ഒന്നുകൂടി പറ സർ. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി, അനർട്ട്. എഴുതിയോ? കില എന്ന് പറഞ്ഞാൽ എന്താ? കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആണ് കേട്ടോ, ഫോർ അല്ല, ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ത്രിതല പഞ്ചായത്തുകളെ ഭരിക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം. മനസ്സിലായോ? ഓക്കെ. അടുത്തത് നാഫോ അല്ലേ? നാഫിയോ അല്ലേ? എങ്ങനെ വായിക്കും? നാഷണൽ അസോസിയേഷൻ ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. നാഷണൽ അസോസിയേഷൻ ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ, NAFEO.
ഹയർ എഡ്യൂക്കേഷൻ നാഫിയോ. അടുത്ത സെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ Special economic zone. എക്കണോമിക് സോൺ. സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അടുത്തത് ദ ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ ഇൻ കേരള. ഭൂമിക്കടിയിലുള്ള പവർ സ്റ്റേഷൻ ഏതാണ്? ഏറ്റവും വലുത്. ദ ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ ഏതാണ്? മൂലമറ്റം. മൂലമറ്റം ഏത് ജില്ലയിലെ മക്കളെ? ഇടുക്കി ജില്ല. അതെ, മൂലമറ്റം പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ, മൂലമറ്റത്ത്. എന്റെ വീട്ടിൽ നിന്ന് കാണാം സാർ പവർ അതെ, സ്റ്റേഷൻ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത് ഏത് ജില്ലയിലാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാക്കിയത്? ഏത് വർഷമാണ് മക്കളെ? 31st March 1957. 31st മാർച്ച് 1957. അത് നോക്കിയേ, 31st മെയ് 1957, 31st ജൂൺ 1957, 31st ഏപ്രിൽ 1957, 31st മാർച്ച് 1957. എത്രത്തോളം കൺഫ്യൂഷൻ നടത്താമോ അത്രത്തോളം കൺഫ്യൂഷൻ നടത്തിയ ആൻസർ ആകും. മനസ്സിലായോ? 31st മാർച്ച് 1957. മറന്നു പോരെ. അടുത്തത് ഐസ്വാൾ is situated in the bank of the river dash. ഐസ്വാൾ ഏത് നദിയുടെ തീരത്ത് ആണ് ഐസ്വാൾ സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ലാവം അല്ലേ? ലവാങ്. ലവാങ് ലവാങ്. ലവാങ് ടീ അങ്ങ് എഴുതിയാ മതി. ലവാങ്. അടുത്തത് നർമ്മദ originated from the hill dash. നർമ്മദ നദി ഏത് മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് കരുതുന്നത്? എവിടെയാണ്? അമർകണ്ടക് അല്ലേ? അമർകാൻ ടാക്ക്. Amarkantak. അമർകാൻ ടാക്ക്. Amarkantak. അമർകണ്ടക് എന്നും വായിക്കാം. അടുത്തത് 180. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ഡിനം സിറ്റി ഓഫ് ഇന്ത്യ? ഡെനിയം സിറ്റി ഓഫ് ഇന്ത്യ. ഡെനിയം സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡെനിയം സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? അഹമ്മദാബാദ്. അപ്പോൾ നമ്മൾ വിജയകരമായി ഏത് പൂർത്തിയാക്കി? ജിയോഗ്രഫി പൂർത്തിയാക്കി അല്ലേ? അപ്പോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 175. The organization which develops energy from non-conventional energy source unearthed. 176. Largest underground power station in Kerala, Mootmattam. 177. KCB established on 31st March 1957. 178. Aizwal is situated on the bank of the river Swang. 179. Narmada originates from the hills Amarkantak. 180. Which place is known as the Denim City of India, Ahmedabad? 175. The organization which develops energy from non-conventional energy sources unearthed. 176. Largest underground power station in Kerala, Moolamattam. 177. KSEB established on 31st March 1957. 178. Aizwal is situated on the bank of the river Lavang. 179. Narmada originate from the hills Amarkantak. This is known as India, Ahmedabad. 175. The organization which develops energy from non-conventional energy sources. 170. Underground power. 177. KSB established on 31st March 1957.
178. Aswan is situated on the bank of river Lavang. 179. Narmada originates from the hills Amarkandak. 180. Which was known as the Denim City of India, Ahmedabad. യെസ്, എല്ലാവരും വീഡിയോ ഒന്ന്